Hi guys, ഞാൻ Sruthykarthikeyan. വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളുടെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു അടിപൊളി കറ്റാർ വാഴ കൊണ്ട് സ്കിന്നും ഹെയറും എങ്ങനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ടായോ. അപ്പോൾ നമുക്ക് കറ്റാർ വാഴ തലയിലേക്ക് തേക്കാനായിട്ട് മുറിക്കാം കേട്ടോ. ഈ ഭാഗം നമുക്ക് വേണ്ട, അതുകൊണ്ട് ഇത് കളയാം. പിന്നെ അതുപോലെ തന്നെ ഈ മുള്ളു പോലെ നിൽക്കുന്നില്ലേ, ഈ രണ്ട് സൈഡ് അതും വേണ്ട. കറ്റാർവാഴ എപ്പോഴും മുറിച്ച് കഴിഞ്ഞാൽ 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ഒരു മഞ്ഞ ലിക്വിഡ് പോലത്തെ ഒരു സംഭവം വരും അതിൽ നിന്ന്. അത് നമ്മുടെ സ്കിന്നിൽ തേച്ചാൽ നല്ല ചൊറിച്ചിലും ഇറിറ്റേഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം അത് മാറിയിട്ട് കഴുകി കളഞ്ഞിട്ട് നമുക്ക് യൂസ് ചെയ്യാം. മുറിച്ചിട്ട് ഇങ്ങനെ ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ചാരി വെച്ചാൽ ആ മഞ്ഞ ആ ലിക്വിഡ് പോലത്തെ അത് പൊക്കോളും. അത് കഴിഞ്ഞിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇനി ഇത് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് പൾപ്പെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ജെല്ല് നമുക്കൊരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ ചിരണ്ടിയെടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ തലയിലേക്ക് ആവശ്യമായത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്യാം. അപ്പോൾ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിൽ. ഓക്കെ, ഇനി നമുക്കിത് തലയിൽ തേക്കാം. കറ്റാർവാഴയുടെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ. ഹെയറിനും നമ്മുടെ സ്കിന്നിനൊക്കെ അടിപൊളിയാണ് കറ്റാർവാഴ. ഇതുപോലെ നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ചാണത് മുടി ഇങ്ങനെ ചെറിയ ഒരു 2 ഇഞ്ച് വിട്ടിട്ട് ഇങ്ങനെ തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കറ്റാർവാഴയിലുള്ള ഈ ആൻറ്റി ഇൻഫ്ലാമേറ്ററി ആക്ഷൻസ് എല്ലാം നമ്മളുടെ സ്കാൾപ്പിലുള്ള ഇറിറ്റേഷൻസൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ മുടിയിലുള്ള താരൻ മാറ്റി നന്നായിട്ട് മുടി വലുതാവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ കറ്റാർവാഴയിൽ ഒരുപാട് വൈറ്റമിൻസും മിനറൽസും ഉണ്ട്. ഇതിലടങ്ങിയിട്ടുള്ള വൈറ്റമിൻ സി, ഇ, B12, അതുപോലെ തന്നെ ഫോളിക് ആസിഡ്, ഇതെല്ലാം മുടീനെ നല്ല സ്ട്രെങ്തൻ അതുപോലെ തന്നെ നറിഷാക്കി അത് മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ നിങ്ങളുടെ മുടി നല്ല ഡ്രൈ ആണ് അല്ലെങ്കിൽ നല്ല ഫ്രിസി ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ ഇതുപോലെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നതിലൂടെ ഈ ഡ്രൈനെസ്സൊക്കെ മാറിക്കിട്ടും. ഫ്രിസിനെസ്സൊക്കെ മാറി നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ട് മാറാനായിട്ട് ഈ കറ്റാർവാഴ ഹെൽപ്പ് ചെയ്യും. പിന്നെ ചിലവർക്ക് കണ്ടിട്ടുണ്ട്, വളരെ മൈന്യൂട്ടായിട്ടുള്ള ചിലവർക്ക് ഈ ഗാർലിക്കൊക്കെ ചില അലർജിയുള്ള സംഭവങ്ങളുണ്ടാവില്ല. ചിലവർക്ക് അത് കഴിച്ച ഒരു ഇറിറ്റേഷൻ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഇത് അലർജി ഉണ്ടോ എന്ന് അറിയാനായിട്ട് ജസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മുഖത്തും തലയിലൊക്കെ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് കയ്യിലോ എവിടെയെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇറിറ്റേഷനൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ തലയിലും മുഖത്തൊക്കെ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. ഇനി തലയിൽ സ്കാൾപ്പിൽ ഫുള്ള് തേച്ചതിന് ശേഷം മുടിയിലും കൂടി തേച്ച് കൊടുക്കുക നന്നായിട്ട്. എന്നിട്ട് നന്നായിട്ടൊരു മസാജ് കൊടുക്കുക. നല്ല അടിപൊളി ഒരു മസാജും കൂടി കിട്ടുമ്പോൾ നമ്മുടെ മുടി സൂപ്പറായിട്ട് സിൽക്കി ആയിട്ട് മാറുകയും ചെയ്യും. അതുപോലെ തന്നെ അടിപൊളിയായിട്ട് ഇരിക്കുകയും ചെയ്യും. പിന്നെ ഒരു 10-15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് വരെ ആവാം. ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് നല്ല വെള്ളത്തിൽ കഴുകി കളയുക. നമുക്കിത് മുഖത്ത് നന്നായിട്ട് ഉരയ്ക്കാം. ഇതിൻ്റെ കറ്റാർവാഴ ഇങ്ങനെ എടുത്ത് മുഖത്ത് നന്നായിട്ട് മസാജ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വിരലോണ്ടൊക്കെ നന്നായിട്ട് ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്യുക കേട്ടോ. ഇങ്ങനെ ഡെയിലി രാവിലെയും വൈകുന്നേരം ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ മുഖത്തിന് നല്ലതാണ്. നല്ല ഗ്ലോയും ക്ലീനും ആവും നമ്മുടെ സ്കിന്ന്. മാത്രമല്ല മുഖക്കുരു മൂലമുള്ള പാടുകൾ ഇതൊക്കെ മാറാൻ ഹെൽപ്പ് ചെയ്യും. ഇടയ്ക്കിടയ്ക്കൊന്ന് സ്ക്യൂസ് ചെയ്ത് കൊടുത്താൽ ജെല്ല് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നുള്ളൂ കേട്ടോ. ഇങ്ങനെ നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നതോടെ റിങ്കിൾസ് മാറാനും ഡാർക്ക് അണ്ടർ ഐസ് ഒക്കെ ഇല്ലേ, അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോകാനൊക്കെ നല്ലതാണ്. മുഖത്ത് മാത്രമല്ല കൈമലും കാലുമലും ഒക്കെ അപ്ലൈ ചെയ്യാം. ഇങ്ങനെ അപ്ലൈ ചെയ്ത് ഒരു 10-15 മിനിറ്റിന് ശേഷം ഇത് നമുക്ക് കഴുകി കളയാവുന്നതാണ്. നല്ല തണുത്ത വെള്ളത്തിൽ കഴുകി കളയാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായില്ലേ? വീഡിയോ ഇഷ്ടമായിന്ന് മനസ്സിലായി. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ